അച്ഛന് എന്റെ കഥ ഓണക്കോടി. കണ്ടോടി, ഇങ്ങനെയാ കുടുംബത്തിൽ ജനിച്ച കുട്ടിയോള്. അതെങ്ങനെയാ എങ്ങനെ ഇവിടുന്ന് ഊറ്റിക്കൊണ്ടു പോവാം, അതാണല്ലോ നീ ചിന്തിക്കുന്നത്. നീ രാക്ഷസി, ഇവള് ദേവത. നിനക്ക് വ്യത്യാസം മനസ്സിലായോടി? മത്സരങ്ങൾ നടക്കുമല്ലോ, അതിൽ ജയിച്ചു കാണിക്കാൻ പറ ദേവതയോട്. ഈ രാക്ഷസിയെ തോൽപ്പിക്കാൻ പറ്റുമെന്നേ നമുക്ക് അപ്പ കാണാം. അതെ ചന്ദ്രൻ, ഇന്ന് ഓണമാണ്. വഴക്കിനും വയ്യ വേലിക്കും ഒന്നും ഞാനില്ല. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചടക്കരുത് പ്ലീസ്. എന്നെ വിട്ടേക്ക്. പൂക്കളം പൂക്കളം നിറയും മുറ്റത്തുണ്ടുൾ പൊന്നോണം വന്നല്ലോ നമ്മുടെ നാട്ടിൽ. തുമ്പപ്പൂ ചിരിക്കും തൊടിയിലാകെ ഓണപ്പാട്ട് ഉയരും കേരള മണ്ണിൽ. കഴിഞ്ഞില്ലേ മോളെ ഇതുവരെ? കഴിയാറായി. അല്ല, അത്തപ്പൂ ഇടാൻ കൂടാന്ന് ഒരുത്തി പറഞ്ഞായിരുന്നു. ശ്രുതി മോളാണോ? ആ, എവിടെ അവള്? ആ, റെഡി ആയിക്കൊണ്ടിരിക്കുക. അല്ല മോളെ, നിരഞ്ജൻ എവിടെ പോയതാ? അറിയില്ല പച്ചി. ഓണത്തിന് ഇവിടെ ഉണ്ടാവണമെന്ന് നീ പറഞ്ഞിരുന്നല്ലേ? പറയാനല്ലേ പറ്റൂ, അനുസരിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്നിനി നിരഞ്ജൻ വരാൻ സാധ്യതയില്ലല്ലേ? അതും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പോവാൻ സമ്മതിക്കണ്ടായിരുന്നു മോളെ, നീ വാശി കാണിക്കണായിരുന്നു. എന്നിട്ടും പോയാലോ? അങ്ങനെ പോവോ? പോയല്ലോ. അപ്പൊ അത് കൂടിയ ബാധയാ മോളെ. ഒഴിപ്പിക്കാൻ കുറച്ചധികം പാടുപെടേണ്ടി വരും. ചെയ്യേണ്ടത് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പച്ചി. ചെയ്യാത്തതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എന്റെ മോള്, അവള് തനിച്ചായി പോവും. ഇങ്ങനെയാണോ ചിന്തിക്കുന്നേ? അതും ഇന്നത്തെ ദിവസം? അത് വിട്ടുകളാ. അവൻ എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഓണം ആഘോഷിക്കാം. ചിലപ്പോ വരുമായിരിക്കും. ഇന്നിവിടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവില്ലെന്ന് ഒരിക്കലും തിരിച്ചു പറഞ്ഞിട്ടില്ല. ഉണ്ടാകും എന്നും പറഞ്ഞിട്ടില്ല. വരുമെന്ന എന്റെ മനസ്സ് പറയുന്നേ. അങ്ങനെ വരാതിരിക്കോ അപ്പച്ചി? ഓണമല്ലേ,
ഇവിടെയല്ലേ ഉണ്ണേണ്ടത്? എന്റെ പ്രതീക്ഷ അത്. എന്നാ വരും. പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കും. ആ മോളൊരു കാര്യം ചെയ്, ഇത് കഴിഞ്ഞ് വേഗം വാ, പച്ചക്കറി നുറുക്കാൻ തുടങ്ങാം. ഇപ്പൊ തുടങ്ങിയാലേ നേരത്തിനും കാലത്തിനും എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പറ്റൂ. ആ പായസം 2 കൂട്ടം വേണോ അതോ 1 കൂട്ടം മതിയോ? ഒരു കൂട്ടം മതി അപ്പച്ചി. എല്ലാ വിഭവങ്ങളും വേണമെന്നുമില്ല. പരിപ്പ്, അവിയല്, സാമ്പാറ്, കാളൻ, പുളിയിഞ്ചി, തോരൻ, മാങ്ങാക്കറി, പപ്പടം, ഇത്രേ മതി. പിന്നെ പാലടാ, വറുത്തുപ്പേരി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടേ, അതും കൂടിയാവുമ്പോ ഗംഭീരാവും. ഞാനേ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, നീ പിന്നാലെ വന്നാ മതി. അപ്പച്ചി ശ്രുതിമോളോട് വേഗം ഇങ്ങോട്ട് വരാൻ പറ. പറയാം.